ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുന്നത് ഡോം ബേസ്ഡ് എക്സസൈസിനെ കുറിച്ചായിരുന്നു അല്ലേ. ഡോം ബേസ്ഡ് എക്സസൈസ് എന്താണെന്ന്, എന്താണ് ക്രോസ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പം ഒരു ക്ലയൻറ്റ് സൈഡ് അറ്റാക്കാന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, 3 ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു. റിഫ്ലക്റ്റഡ് എക്സസൈസ്, സ്റ്റോർഡ് എക്സസൈസ്, ഡോം ബേസ്ഡ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് റിഫ്ലക്റ്റഡും സ്റ്റോർഡും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഡോം ബേസ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ ബേസ്ഡ് ചെയ്യാനുള്ള ക്രോസ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത് കേട്ടോ. അപ്പോൾ അതും മറ്റേതും ജാവാസ്ക്രിപ്റ്റ് തന്നെയുള്ളതാണ്. ഇതും ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽസിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയാണ്, ടൈപ്പ് അറ്റാക്കാണ് ഈ പറഞ്ഞ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ലാബ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലാബ് ഒന്ന് എടുക്കുവാണ്. വ്യൂ ലാബ്സിനകത്ത് ഫസ്റ്റ് ലാബ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് മൂന്നാമത്തെ ലാബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് കണ്ടോ, ഡോം ബേസ്ഡ് എക്സസൈസ് ഇൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് സിങ്ക് യൂസിങ് ലൊക്കേഷൻ ഡോട്ട് സെർച്ച്. ഓക്കെ, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റും ലൊക്കേഷൻ ഡോട്ട് സെർച്ചിനെ കുറിച്ച് ഇതാണ് പറയുന്നത്. അപ്പം ചോദ്യം നോക്കാം. ദി ലാബ്സ് കണ്ടെയ്ൻസ് ഡോം ബേസ്ഡ് എക്സസൈസ് വൾനറബിലിറ്റി ഇൻ ദ സെർച്ച് ക്വറി ട്രാക്കിംഗ് ഫങ്ഷനാലിറ്റി. സെർച്ച് ക്വറിയിലാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന വൾനറബിലിറ്റി ഉള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈ യൂസ് ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫംഗ്ഷൻ വിച്ച് റൈറ്റ് ദ ഡേറ്റ ഔട്ട് ഓഫ് ദ പേജ്. Document dot write function is called within data from document dot search, which we can control using website URL to solve the lab perform a cross site alert function എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റിയെയും അതുപോലെ ലൊക്കേഷൻ ഡോട്ട് സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയെയും അലേർട്ട് ചെയ്ത് കാണിക്കുക. അലേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പോപ്പപ്പ് ചെയ്ത് കാണിക്കണം, അലേർട്ട് ചെയ്ത് കാണിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ലാബ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഈ ലാബിന് നമുക്കിപ്പം പോർട്സിഗർ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് റാൻഡമായിട്ട് ചെയ്യാമെന്നുള്ളൂ, ഇൻസ്പെക്ട് ചെയ്ത് ചെയ്യാമെന്നുള്ളൂ. പറയാം, ജസ്റ്റ് കാണിച്ചു തരാം അത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമുക്ക് ക്രോസ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ അല്ല എക്സസൈസിൻ്റെ പേലോഡ്സുകൾ ഗിറ്റ് ഹബിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ലാബ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് റാൻഡമായിട്ട് സെർച്ച് നോക്കാം. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്താണ് അവിടെ കിടക്കുന്നതെന്ന്. ഇൻപുട്ട് ട്രേസ് പ്ലേസ് ഓർഡർ. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് സെർച്ച്. ഓക്കെ,